കേന്ദ്ര സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡ് പ്രസിദ്ധീകരിച്ച 12ാം ക്ലാസ് പരീക്ഷാ ഫലത്തിൽ ഉജ്ജ്വല നേട്ടവുമായി വളാഞ്ചേരിയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് അത്തിപ്പറ്റ സ്വദേശിനി അഫ്ര ഫാത്തിമ. ഇൻഫോമാറ്റിക് പ്രാക്ടീസ് വിഷയത്തിൽ 100-ൽ 100 മാർക്കും കരസ്ഥമാക്കി ദേശീയ തലത്തിലെ ടോപ്പർമാരുടെ പട്ടികയിൽ അഫ്ര ഇടം പിടിച്ചു. വളാഞ്ചേരി MES സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ അഫ്ര പരീക്ഷാ കാലയളവിൽ പുലർത്തിയ അച്ചടക്കവും അധ്യാപകരുടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുമാണ് തന്റെ വിജയത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്നു. സങ്കീർണമായ പ്രോഗ്രാമിംഗും ഡാറ്റ മാനേജ്മെന്റും കൈകാര്യം ചെയ്യുന്ന IP വിഷയത്തിൽ മുഴുവൻ മാർക്കും നേടുക എന്നത് അഫ്രയുടെ കമ്പ്യൂട്ടർ സയൻസിനോടുള്ള താൽപര്യത്തിന്റെ കൂടി ഫലമാണ്. എംപയർ കോളേജ് ഓഫ് സയൻസ് ഇന്റർമാൻ എഡ്യൂക്കേഷൻ സർവീസ് മാനേജിംഗ് ഡയറക്ടറായ അത്തിപ്പറ്റ നൂറുകുന്നുമൽ മുഹമ്മദ് അലി സുഹാന ദമ്പതികളുടെ മകളാണ് അഫ്ര ഫാത്തിമ. എങ്ങനെയുണ്ടായിരുന്നു പഠിത്തമൊക്കെ? എങ്ങനെയായിരുന്നു? ഫുൾ ടൈം ആയിരുന്നോ? ഇപ്പോൾ CBSE-ലൊക്കെ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ അത്യാവശ്യം പഠിക്കണം. എങ്ങനെയായിരുന്നു ഇതിന്റെ പഠിത്തം? ഇല്ല, ഫുൾ ടൈം പഠിക്കലൊന്നും ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് വെച്ചിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. എങ്ങനെയുണ്ടായി? വിജയത്തെ എങ്ങനെ കാണുന്നു? ഇനി എന്താണ് പ്ലാൻ? ഹാപ്പിയാണ്. ഇനി എൻട്രൻസ് എക്സാം നോക്കുന്നുണ്ട്. എന്തിനും പോകാനാണ് പ്ലാൻ? നീറ്റ് എഴുതുന്നുണ്ട്. എവിടെ സെന്റർ വരുന്നത്? ഇനി എങ്ങനെയാണ്? ഇവിടെ തന്നെ മലപ്പുറത്ത് നിന്ന് പഠിക്കാനോ അതോ പുറത്തേക്ക് പോയി പഠിക്കാനാണ് ആഗ്രഹം? കേരളയിൽ എവിടെയെങ്കിലും പഠിക്കണം. എൻട്രൻസ് കിട്ടിയിട്ട് ഏത് സബ്ജക്റ്റിലേക്കാണ് പോകുന്നത്? മെഡിസിൻ നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മാതാപിതാക്കളൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യുന്നു? എങ്ങനെയായിരുന്നു? എപ്പോഴും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിരുന്നു. ഇത് ഇതുവരെ ഫുൾ ഇംഗ്ലീഷ് മീഡിയം തന്നെയാണോ പഠിച്ചിരുന്നത്? ഫുൾ CBSE. ഏത് സ്കൂളായിരുന്നു? ടീച്ചേഴ്സൊക്കെ +2 MES സെൻട്രൽ സ്കൂൾ വളാഞ്ചേരി. ടീച്ചേഴ്സൊക്കെ സപ്പോർട്ടീവാണ്, നല്ല ഫ്രണ്ട്ലി ആണ്, നല്ല എൻവയോൺമെന്റ് ആണ് അവിടെ. ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? ആർക്ക് സമർപ്പിക്കുന്നു ഇത്രയും ഒരു വിജയം ഉണ്ടായിട്ട്? അവിടെ എൻ്റെ ടീച്ചേഴ്സ് അവരാണ് നല്ല ഹെൽപ്പ് ചെയ്ത്. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ പഠിത്തമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ടീച്ചേഴ്സൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. MES സെൻട്രൽ സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പ്രിൻസിപ്പാൾ ഒക്കെ. വളരെ ആഗ്രഹം ഇനി എന്താവണം? എങ്ങനെ ഫാമിലി മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? എന്താണ് അവൾക്ക്? നീറ്റ് ക്രാക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. MBBS എടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. എങ്ങനെയുണ്ട് വിജയത്തെ? എങ്ങനെ കാണുന്നു? ഫാമിലി മൊത്തം ഇത്തരത്തിലുള്ള വിജയം ഉണ്ടായിട്ടുണ്ടോ അതിന് മുമ്പൊക്കെ? ഇല്ല, നമ്മൾ CBSE മോളാണ് ആദ്യം +2 കഴിയണത്. നമ്മളൊന്നും CBSE ആയിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോഴാണ് അതിനെക്കുറിച്ചിട്ടൊക്കെ അറിയണത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് CBSE എന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയണത്. അപ്പോൾ ഇങ്ങനെ ഒരു വിജയം കിട്ടിയതിൽ വളരെ ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും. ഈ ചാനൽ വളാഞ്ചേരി. എന്താണ് ബ്രൈഡ്? ഇനി എപ്പോൾ റെഡി ആവാനാ? മരുപൂ പോലെ നിറമേകും MX വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.